ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊപ്പിയും മാമും പിന്നെ അച്ചായനും എന്ത് ചെയ്യും, ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അറിയില്ല. തൊപ്പി വീണ്ടും തെളിയിക്കുന്നു. തൊപ്പിയല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെയുള്ളൊരു കുട്ടിയില്ല, 18 വയസ്സായെന്നാ പറയുന്നത്. എന്നാലും വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. Okay. 6 people. Yeah. This hand. What? Sojan. Ada. Sana. എല്ലായിടത്തും ഒരു സോജൻ. കക്കൂസടിയാ ഊറാവട്ടുന്നു. അച്ഛൻ മമ്മൂലും ഊറാമുട്ടെന്ന് പറയുന്നുണ്ട്. ഇത് സീനാവും. ചങ്ങായ എല്ലായിടത്തും പോയി വളിയിടുന്നത്. ഞാൻ ചോദിക്കുന്ന ഈ ചെക്കന് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇപ്പം പറയുന്നു ഉപ്പ മരിച്ചു, പക്ഷെ ഉമ്മ ഉണ്ടല്ലോ, സ്കൂളിലോ പോകുന്നില്ല. അല്ലാതെ ബോധമുള്ള ആരെങ്കിലും ഇവന്റെ ഒക്കെ വിടുവോ? ഇവൻ പറയുന്നു ഇവൻ സ്കൂൾ വിട്ട് പഠിപ്പിക്കാം, ഇവന് സ്കൂൾ വിട്ട് പഠിപ്പിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ ചെക്കൻ ആദ്യം ഇവിടെ നിർത്തിയിട്ടുണ്ടായത്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കൂട്ടൊന്നുമില്ല. ഇതിങ്ങനെ എന്താ പറയാ, ഓരോ ദിവസം കൂടുമ്പോഴും ഇവനിങ്ങനെ ചെക്കനിങ്ങനെ വഷളായി വരികയാണ്. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ എന്തോ ഒരു ഈവന്റിൽ പങ്കെടുക്കാൻ പോയി. അവരകത്ത് കയറ്റി വിടുന്നില്ല. ഞാൻ ആരെയും അകത്തുനിന്ന് വിളിക്കുന്നു, മാക്കിന് ആരോ അകത്തുനിന്ന് വിളിക്കുന്നു, ആരും കൂടെ സംസാരിക്കുന്നു, സെക്യൂരിറ്റി സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കാസ്ട്രോയെ കണ്ടു. അപ്പോൾ കാസ്ട്രോ BMW ഉണ്ടായിരുന്നു. അപ്പോൾ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഭയങ്കര പോതി ആയിരിക്കും നമ്മളെ തൊപ്പിക്ക്. ആ തൊപ്പി ഓടിപ്പിടിച്ച് അവിടെ തന്നു. അപ്പോൾ പോകുമ്പോഴേ പോണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതൊന്നും കൂട്ടാതെ ഇവൻ പോയി നാറി. എന്നിട്ട് അവിടുന്ന് കാസ്ട്രോ നാട്ടിച്ച് വിട്ട് തരില്ല എന്ന് പറഞ്ഞിട്ട് അവന് പേടിയാന്നുണ്ടാകും. കാരണം അവൻ്റെ കാർ ഇവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഇവനൊരു മെന്റാലിറ്റി വെച്ചിട്ട് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവനൊരു എന്താ പറയുക, ഒരു പേടി ഉണ്ടാവും. അതുകൊണ്ട് അവൻ കൊടുത്തില്ല. അതിൻ്റെ കാസ്ട്രോൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഒരു മര്യാദ ഇല്ലാതെ പോയി ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് കാസ്ട്രോൻ്റെ കൂടെ ഉണ്ടായ ഡോക്കോ അങ്ങനെന്താ പറഞ്ഞ കാസ്ട്രോൻ്റെ ഒരു ഫ്രണ്ടും അച്ചായനും തമ്മിലൊരു അടുത്ത ചെറിയ വാക്കേറ്റം ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടൊരു വാക്കായി, ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് എത്തി. അത് മൊത്തം റെക്കോർഡാണ്. അത് അങ്ങനെ തന്നെ അത് അവർ പബ്ലിഷ് ചെയ്യുന്നത്. എന്താ ഒരു പബ്ലിക് പ്ലേസിലാണുള്ളത് ചീത്ത വിളിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയോ ഒന്നും എന്താ പറയാ, ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവർ. ഇടയ്ക്കിടയ്ക്ക് ചില നല്ല പ്രവർത്തികളെല്ലാം ചെയ്യുന്നുള്ള വീഡിയോ കാണാറുണ്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഓക്കെ. പക്ഷെ എന്താ ഇങ്ങനെ ഈ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ആ ചെക്കൻ മാമു എന്ന് പറഞ്ഞ ചെക്കൻ, അവൻ ആ വീഡിയോയില് ചില ടൈമിൽ എന്താ പറയാ ലൈവിലും ആ വീഡിയോയിലും വന്ന് നിന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നു, സംസാരം എന്താ അവൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എന്താ വലുതാവുമ്പോൾ നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ പബ്ലിക്കിൽ ഇത് കാണുമ്പോൾ പ്രതികരിക്കേണ്ടി വരുന്നു. ഇപ്പൊ നാളെ ഞാൻ ഉൾപ്പെടുന്ന ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇതുപോലെ അനാവശ്യമായിട്ട് എന്നോട് പെരുമാറി കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പബ്ലിക് പ്ലേസിൽ പോയി എങ്ങനെയാ പെരുമാറേണ്ടത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അവന് 18 വയസ്സായ ചെക്കന് തൊപ്പി ഇത്രയെല്ലാം വലുതായില്ലേ, പക്കതെത്തിയില്ലേ. അല്ല, പക്കതെത്തി കഴിഞ്ഞതിന്റെ കളിയല്ല അവൻ കാണിക്കുന്നത്. എന്നാലും അവന് പറഞ്ഞു കൊടുത്തൂടെ, ഇവന്റെ കൂടെ അല്ല നിൽക്കുന്നത്. ഇവനെന്തോ ജോലിക്ക് കൊണ്ടുവന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ജോലിക്കാരൻ്റെ കൂടെയുള്ള പെരുമാറ്റമൊന്നും അല്ല കാണുന്നത്. എന്തായാലും കൊള്ളാം, നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്.